ദുബായിൽ പൊതുഗതാഗതം ഉപയോഗിക്കുന്നവരുടെ എണ്ണത്തിൽ വൻ വർധന. യാത്രക്കാരുടെ എണ്ണത്തിൽ 9% വർധനയാണ് ഇത്തവണ രേഖപ്പെടുത്തിയത്. ഓരോ ദിവസവും 20 ലക്ഷത്തിലധികം പേരാണ് ദുബായിലെ പൊതുഗതാഗത സംവിധാനങ്ങൾ ഉപയോഗിക്കുന്നത്. കഴിഞ്ഞ ജനുവരി മുതൽ ജൂൺ വരെയുള്ള 6 മാസത്തെ കണക്കുകളാണ് ദുബായ് റോഡ്സ് ആൻഡ് ട്രാൻസ്പോർട്ട് അതോറിറ്റി പുറത്തുവിട്ടത്. ബസ്, മെട്രോ, ട്രാം, ടാക്സി, വാട്ടർ ടാക്സി എന്നിവയിലൂടെ 39.5 കോടി പേർ യാത്ര ചെയ്തു. കഴിഞ്ഞ വർഷം ഇതേ കാലയളവിനെ അപേക്ഷിച്ച് 9% വർധന യാത്രക്കാരുടെ എണ്ണത്തിലുണ്ടായി. ആകെ യാത്രക്കാരിൽ 61% പേരും മെട്രോയിലോ ബസ്സിലോ ആണ് സഞ്ചരിച്ചത്. ഓരോ ദിവസവും 21,80,000 പേർ പൊതുഗതാഗത സംവിധാനത്തിലൂടെ യാത്ര ചെയ്തു. ദുബായ് മെട്രോയിലാണ് ഏറ്റവും അധികം പേർ യാത്ര ചെയ്തത്. 6 മാസത്തിനുള്ളിൽ 14,39,00,000 യാത്രക്കാർ. ബുർജുമാൻ, അൽറിഗ സ്റ്റേഷനുകളിലാണ് ഏറ്റവും കൂടുതൽ പേർ എത്തിയത്. 3-ാം സ്ഥാനത്താണ് യൂണിയൻ മെട്രോ സ്റ്റേഷൻ. ദുബായ് ട്രാമിൽ 49 ലക്ഷം യാത്രക്കാരും സഞ്ചരിച്ചു. യാത്രക്കാരുടെ എണ്ണം പരിഗണിച്ച് എമിറേറ്റിലെ പൊതുഗതാഗത സംവിധാനം കൂടുതൽ ശക്തിപ്പെടുത്തുമെന്ന് RTA അറിയിച്ചു. ഇതിന്റെ ഭാഗമായി 637 പുതിയ ബസ്സുകൾ വാങ്ങും. പുതിയ ബസ്സുകളിൽ 40 എണ്ണം ഇലക്ട്രിക് ബസ്സുകളായിരിക്കും. ഈ വർഷവും അടുത്ത വർഷവുമായി പുതിയ ബസ്സുകൾ സർവീസ് ആരംഭിക്കുമെന്ന് RTA ചെയർമാൻ മതാർ അൽ താഹിർ വ്യക്തമാക്കി. മാതൃഭൂമി ന്യൂസ്, ദുബായ്.